മക്കളെ ഇനിയും വെറും 15 ദിവസം കൂടി മാത്രം. റിസ്ക് ആണ്, വൈകരുത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് നവംബർ മാസം 19-ാം തീയതിയാണ്. അതായത് ഇനി അവശേഷിക്കുന്ന വെറും 15 ദിവസമാണ്. ഈ ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ മറന്നുപോയേക്കാം. 2 നോട്ടിഫിക്കേഷനുകളാണുള്ളത്. ഒരെണ്ണം മാത്രം അപ്ലൈ ചെയ്ത് മറ്റുള്ളത് ഒഴിവാക്കിയേക്കാം. ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ KSFE അപ്ലൈ ചെയ്യാത്തത് മൂലം വലിയൊരു അവസരം നഷ്ടപ്പെട്ടു പോയ കുറേ അധികം വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് വളരെ നല്ലത്. കാരണം നിങ്ങൾക്ക് ആശങ്കകളില്ലാതെ അവസാന സമയത്ത് ടെൻഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ഇനി വൈകണ്ട. ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം, കേരള PSCയുടെ പ്രൊഫൈലിലേക്ക് പോവുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. 382/2025 383/2025 2 നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. നോക്കിയ മക്കളെ, ഇതാണ് നോട്ടിഫിക്കേഷൻ 382/2025. ഇതാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KSFE ഉൾപ്പെടെയുള്ള KSCB ഉൾപ്പെടെയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന നോട്ടിഫിക്കേഷൻ 382/325 ആണ്. ഇനി 383/25 ഏതാണ്? അതാണ് KSRTC പോലെയുള്ള കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കേരള മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള അങ്ങനെ കുറെ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന എവിടെയാണ് 383/25. അപ്പൊ ഈ 2 നോട്ടിഫിക്കേഷനും അസിസ്റ്റന്റ് ആണ്. ഏതാണ്ട് 36ഓളം വരുന്ന കമ്പനി ബോർഡുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും അവരുടെ വർക്കിങ്ങും അനുസരിച്ചിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഈ നോട്ടിഫിക്കേഷൻസ് വരിക. അപ്പൊ 2ഉം അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇനിയും വൈകണ്ട. അവസാന നിമിഷം നിങ്ങൾ മറന്നുപോകാം, സെർവർ ഇഷ്യൂസ് വരാം. നിങ്ങളുടെ അവസരം നഷ്ടമാക്കരുത്. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നോട്ടിഫിക്കേഷൻ, ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന നോട്ടിഫിക്കേഷൻ അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമാണ്. ഇപ്പോഴിത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇനി 3-4 വർഷം കാത്തിരുന്നാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയോ മക്കളെ. 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് ഈ അവസരം നഷ്ടമായി പോകരുത്. ഇനി നോക്കിയേ, ഇതിന്റെ വേക്കൻസികളെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തവണ നിലവിലുള്ള കമ്പനി ബോർഡ് KSRTC ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ, അതായത് ഏറ്റവും കുറവ് നിയമനങ്ങൾ നടക്കുന്ന കമ്പനി ബോർഡ് KSRTC ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ കേരള ഡെവലപ്മെന്റ് ബോർഡ് ഉൾപ്പെടെയുള്ള SC/ST ബോർഡ് ഉൾപ്പെടെയുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് 653/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിന്ന് 827 നിയമനങ്ങളാണ് നടന്നത്. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് 27/10 ഒരാഴ്ച മുമ്പ് വരെ 805 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീണ്ടും നിയമനം കൂടിയിരിക്കുകയാണ്. 827 നിയമനങ്ങൾ നടന്നു. ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കേണ്ടത് 29/1/2027 2024 വന്നു, 27 ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാം. ഇനിയും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന KSCB ഉൾപ്പെടെ KSRTC ഉൾപ്പെടെ KSFE ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കാണെങ്കിലോ 1647 നിയമനങ്ങളാണ് ഇതിനോടകം നടന്നത്. അതായത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക 13/3/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അവസാനിക്കുന്നത് 13/3/2027 13/3/2027 1647 നിയമനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം നടന്നിട്ടുള്ള അഡ്വൈസ് 21/10/2025 മക്കളെ. അങ്ങനെ 2 റാങ്ക് ലിസ്റ്റുകളും കൂടി കൂട്ടിവെച്ചാൽ 2 റാങ്ക് ലിസ്റ്റുകൾ കൂടി കൂട്ടിവെച്ചാൽ 2474 അഡ്വൈസുകൾ 2474 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് പോയാൽ നോക്കിയേ, 1.5 വർഷം കൊണ്ട് മാത്രം 2474 അഡ്വൈസുകൾ നടന്നു. ഇനിയും 1.5 വർഷം കൂടി അവശേഷിക്കുകയാണ്. അപ്പൊ ഇതിലും കൂടുതൽ നിയമനങ്ങൾ നടക്കാനായിട്ട് പോകുന്ന 3500 അധികം നിയമനങ്ങൾ നടക്കാനായിട്ട് പോകുന്ന ഒരു അടിപൊളി പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. പല പോസ്റ്റുകളിലേക്കും 35,000-ലധികം 40,000-ലധികം സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഇതിന് എന്തു പഠിക്കുമെന്നാണ് നിങ്ങളുടെ ആശങ്കയെങ്കിൽ ഇതിന്റെ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. ഈ പ്രിലിമിനറി എക്സാമിൽ നോക്കിയാൽ ഹിസ്റ്ററി 10 മാർക്കിനാണ് ചോദിക്കുക. ഹിസ്റ്ററി 10 മാർക്ക്. ദെൻ
ജോഗ്രഫി ആണ് എങ്കിൽ 5 മാർക്ക്, എക്കണോമിക്സ് ആണ് എങ്കിൽ 5 മാർക്ക്, ദെൻ സിവിക്സ് ആണ് എങ്കിൽ 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദ്യമെങ്കിൽ 5 മാർക്ക്, ദെൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കാണ് ആ ഭാഗത്തു നിന്നുള്ളത്. ദെൻ ബേസിക് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. അതായത് ജി കെ പോർഷനിൽ നിന്നായിട്ട് ആകെ 50 മാർക്കിന്റെ ടോപ്പിക്സ്, ജി കെ പോർഷനിൽ നിന്ന് ആകെ 50 മാർക്കിന്റെ ടോപ്പിക്സ് വരും. ദെൻ നോക്കിയാൽ മാത്സ് ആണെങ്കിലോ അവിടുന്ന് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 20 മാർക്ക്, ദെൻ മലയാളം ആണെങ്കിൽ 10 മാർക്ക്. അങ്ങനെ ആകെ എമ്മിൽ നിന്ന് 50 മാർക്ക്. നിങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം സെറ്റ് ആണെങ്കിൽ, മാത്സ് ഇംഗ്ലീഷ് മലയാളം പക്കയാണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്ക് ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. ദെൻ ജി കെയിൽ നിന്ന് അറിയാവുന്ന പോർഷൻസോടെ പഠിച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാം. മക്കളെ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ സൂപ്പർ സക്സസ് ബാച്ച്. ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് ഇവിടെ ഉണ്ടാവുക. അമൽ സാറിന് നേതൃത്വമുള്ള ഒരു ടീം തന്നെ നിങ്ങളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻഡെക്സ് ഒക്കെ വെച്ച് കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ വെച്ച് ഹൈലൈറ്റഡ് പോയിന്റ്സുകൾ വെച്ച് കഴിഞ്ഞിട്ടില്ല. ആ ഒരു എക്സാമിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള PSC ആയിക്കോട്ടെ, UPSC ചോദ്യങ്ങളായിക്കോട്ടെ, അത് ഉൾപ്പെടുത്തി അതിനോടൊപ്പം തന്നെ ഒരു 10 പ്രാക്ടീസ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് കിട്ടും. then ഇത് കൂടാതെ നിങ്ങൾക്ക് ചോദ്യം ചെയ്തു നോക്കാനായിട്ട് എക്സ്ട്രാ 10 ചോദ്യങ്ങൾ ആപ്പിൽ ചെയ്തു നോക്കാനായിട്ട് കിട്ടും. ഇനി വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു വീക്ക്ലി മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. അമൽ സാറിന്റെയോ ഞങ്ങൾ അധ്യാപകരുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. അതും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഒരു മെന്റർ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ആ മെന്റർ ഒരു 3 ദിവസം കൂടുന്തോറും നിങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ സെഷൻ തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു അടിപൊളി ബാച്ചാണ് ഈ ഒരു ബാച്ച്. നിങ്ങളെ ജോലിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളവർ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. 50 സീറ്റ് കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് ഇന്നോ നാളെയോ ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ബാച്ച് എന്ത് ചെയ്യേണ്ടി വരും, ക്ലോസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നേരെ ആപ്പിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തു. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡേറ്റ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 8281223366 നമ്പറിലേക്ക് വിളിച്ചോ കേട്ടോ. 8281223366 നമ്പറിലോട്ട് വിളിച്ചോ, അഡ്മിഷൻ എടുത്തോ. ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വേഗം അഡ്മിഷൻ എടുക്കുക, വേഗം പഠിച്ചു തുടങ്ങാം. ഇപ്പോഴാണ് റൈറ്റ് ടൈം. വൈകുന്ന ഓരോ നിമിഷവും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ നിങ്ങളെക്കാൾ മുന്നിലെത്തുകയാണ്. മറ്റുള്ളവർക്കല്ല, നിങ്ങൾക്ക് അവസരം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്.